പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് ലിക്വിഡ് മെഷേഴ്സ്, നമ്മളെ ദ്രാവക അളവുകൾ, ദ്രാവകങ്ങളെ അളക്കൽ എങ്ങനെ, ഒരു റെക്ടാങ്കുലർ ബ്ലോക്കിൽ ടാങ്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള ടാങ്കിൽ പിന്നെ എത്ര വെള്ളമുണ്ട്, എത്ര വെള്ളം കപ്പാസിറ്റി എത്ര ഉണ്ടാവും എന്നറിയാൻ, എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നൊക്കെ അറിയാൻ എങ്ങനെ നമുക്ക് അത് കണ്ടെത്താൻ കഴിയുന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ടാങ്കിൻ്റെ ഇന്നർ ലെങ്ത്, ഉള്ളിലെ നീളം 40, ബ്രെഡ്ത്ത് വീതി 20 സെൻറ്റിമീറ്റർ 20 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 10 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എത്ര വെള്ളം ഉണ്ടെന്ന് കണ്ടെത്തണം, വെള്ളം കൊള്ളുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെന്ത് ചെയ്യണം, ഇതിനുള്ളിലുള്ള വ്യാപ്തം, വോളിയം കണ്ടെത്തണം, ഇന്നർ വോളിയം കണ്ടെത്തണം, ഇതിൻ്റെ ഉള്ളിലെ വോളിയം. അപ്പം വോളിയം സമയം എന്ത് വരും, 40 ഗുണിക്കണം 20 ഗുണിക്കണം 10 എന്ന് വരും. അപ്പം 40 20 800, 800 10 8000 cc, 8000 ക്യൂബിക് സെന്റിമീറ്റർ. സി സി എന്നാണ് ചുരുക്കി ക്യൂബിക് സെന്റിമീറ്ററിന് കേട്ടോ, ഘന സെന്റിമീറ്റർ എന്ന് മലയാളത്തിലിടും. അപ്പൊ 8000 cc ആണ്, 8000 ഘന സെന്റിമീറ്റർ ആണ്. അപ്പം ഇനി നമ്മൾ പഠിക്കേണ്ടത് 8000 cc എത്ര ലിറ്റർ വെള്ളമാണ്, 8000 ഘന സെന്റിമീറ്റർ ഉള്ള ഉള്ളിലുള്ള ഒരു ടാങ്കിന്റെ ഉള്ളിൽ എത്ര വെള്ളം കൊള്ളും, അത് കണ്ടുപിടിക്കാനാണ് ഞാൻ പറയുന്നത്. 1000 cc ആണ്, 1000 ഘന സെന്റിമീറ്റർ ആണ് 1 ലിറ്റർ. 1000 ഘന സെന്റിമീറ്റർ ആണ് 1 ലിറ്റർ. അപ്പോൾ 8000 ഘന സെന്റിമീറ്റർ എത്ര ലിറ്റർ ആയിരിക്കും, 8000 cc എത്ര ലിറ്റർ ആയിരിക്കും? 8000ത്തെ 1000 കൊണ്ട് ഹരിക്കണം. 8000ത്തിൽ എത്ര 1000 ഉണ്ട് നോക്കിയാൽ മതി. 8000ത്തിൽ എത്ര 1000 ഉള്ളത്? 8000ത്തിൽ എത്ര 1000 ഉള്ളത്? 8000 ആണ് 8000. 8000ത്തെ 1000 കൊണ്ട് ഹരിച്ചാൽ 8 കിട്ടും. അപ്പൊ കപ്പാസിറ്റി എത്രയാണ്? 8 ലിറ്റർ. അതാണ് പഠിക്കേണ്ടത്. 1000 cc, 1000 ഘന സെന്റിമീറ്റർ ആണ് 1 ലിറ്റർ. 1000 ഘന സെന്റിമീറ്റർ ആണ് 1 ലിറ്റർ എന്ന പാഠാണ് ഇതിൽ പഠിക്കേണ്ടത്. അപ്പം പിന്നെ 1 ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം ക്യൂബിക് സെന്റിമീറ്റർ ആണ്. ഒരു ക്യൂബിക് മീറ്റർ, ഒരു ഘനമീറ്റർ 10 ലക്ഷം cc ആണ് അല്ലേ? 1000 cc 1 ലിറ്റർ. 1000 ആണ് 10 ലക്ഷം. അപ്പൊ 10 ലക്ഷം cc പറഞ്ഞാൽ എത്ര ലിറ്റർ വരും? 1000 ലിറ്റർ വരും. 10 ലക്ഷം cc എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ വരും. അഥവാ ഒരു ക്യൂബിക് മീറ്റർ ഈക്വൽ ടു 1000 ലിറ്റർ ആണ്. 1000 ലിറ്റർ ആണ്. അഥവാ 10 ലക്ഷം cc ആണ് ഒരു ക്യൂബിക് മീറ്റർ അല്ലേ? അപ്പൊ 10 ലക്ഷം ക്യൂബിക് സെന്റിമീറ്റർ 1 ക്യൂബിക് മീറ്റർ ആണെങ്കിൽ 1 ക്യൂബിക് മീറ്റർ എത്ര ലിറ്റർ ആയിരിക്കും? 1000 ലിറ്റർ ആയിരിക്കും. കാരണം 1000 cc 1 ലിറ്റർ. അങ്ങനത്തെ 1000 ആണ് 10 ലക്ഷം cc. അപ്പോൾ 10 ലക്ഷം cc പറഞ്ഞാൽ 1 ക്യൂബിക് മീറ്റർ ആണ്. ഒരു ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ 1000 ലിറ്ററാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഈ മനസ്സിലാക്കിയാലാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള നമ്മളെ ഈ ഉള്ളിലെ അളവ് ലിറ്ററിലേക്ക് മാറ്റാനും അത് ക്യൂബിക് മീറ്ററിലേക്ക് മാറ്റാനും അതുപോലെ ക്യൂബിക് സെന്റിമീറ്ററിലേക്ക് മാറ്റാനും ക്യൂബിക് സെന്റിമീറ്റർ ലിറ്ററിലേക്ക് മാറ്റാനും ഒക്കെ കിട്ടണമെങ്കിൽ ഈ കാര്യം നിങ്ങൾക്ക് അണ്ടർസ്റ്റുഡ് ആയിരിക്കണം. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾ. എ ടാങ്ക് 4 മീറ്റർ ലെങ്ത്, 1.5 മീറ്റർ ബ്രെഡ്ത്ത്, 2.5 മീറ്റർ ഹൈറ്റ്, 4 മീറ്റർ നീളവും 1.5 മീറ്റർ വീതിയും 2.5 മീറ്റർ ഉയരവുമുള്ള ഒരു ടാങ്കിൽ എത്ര വെള്ളം കൊള്ളും? ഇത് നമ്മൾ കണ്ടെത്തണ്ടേ. ഇപ്പൊ ഭിന്നസംഖ്യയാണ്, ഭിന്നസംഖ്യകൾ ഗുണിക്കലൊക്കെ നമ്മൾ പഠിച്ചു. അപ്പം നമ്മൾ ചെയ്യേണ്ടത് 4 × 1.5 × 2.5 ഇത് ചെയ്യണം. ഫസ്റ്റ് എന്ത് ചെയ്യണം? 4നെ 1, ഈ 4 × 1.5 മാറ്റുക. 1 2 2, 2ഉം 1ഉം 3, 3/2 ഇൻറ്റു, ഇനി ഇതിനെ മാറ്റണം. 2 2 4, 4ഉം 1ഉം 5/2
2 ഇങ്ങനെ മാറ്റി. ഇത് നമ്മൾ ഗുണിക്കുകയാണ്. ഈ 4 എവിടെയാണ് കൂട്ടുക? മുകളിലാണ്. അടിക്ക് ഈ 2 ഇവിടെ അടിയിലുള്ള ഈ 2 2 മാത്രം. ഇവിടെ വേണമെങ്കിൽ നമുക്ക് 4/1 എന്ന് എഴുതാം. ഇതിന്റെ ആവശ്യമില്ല. അപ്പൊ 4 3 12, 12 5 60, 60ആണ്. 60 ഇത് മീറ്റർ ആട്ടോ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മീറ്റർ ആണ്. അപ്പൊ മീറ്ററിലാണ് നമ്മൾ ആൻസർ കാണേണ്ടത്. ക്യൂബിക് മീറ്റർ ആ വരിക. അപ്പൊ 60 4 3 12 5 60 ബൈ 2 2 4. ഇനി 60ൽ എത്ര 4 ഉണ്ട്? 60നെ 4 കൊണ്ട് ഹരിക്കണം. 60നെ 4 കൊണ്ട് ഹരിക്കണം. 1 4 4 ബാക്കി 2 അല്ലെ? 6 4 വെച്ചാൽ 2 0 ഇറക്കിയത് 20ൽ 5. അപ്പൊ ആൻസർ എത്രയാണ്? 15 ക്യൂബിക് മീറ്റർ. 15 ഘന മീറ്റർ ആണ്. 15 ഘന മീറ്റർ. ഇനി നമ്മൾ അടുത്തേക്ക് പോകണം. എത്ര വെള്ളം കൊള്ളും? 1 ഘനമീറ്റർ എത്ര ലിറ്ററാ? 1 ക്യൂബിക് മീറ്റർ എത്ര ലിറ്ററാ? 1000 ലിറ്ററാ. നമ്മൾ പഠിച്ചു. 1000 cc, 1000 ക്യൂബിക് സെന്റിമീറ്റർ ലിറ്റർ. 1 ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം cc ആണ്. അപ്പൊ എന്തുണ്ടാവും? 1 ക്യൂബിക് മീറ്റർ എത്ര ഉണ്ടാവും? 1000 ലിറ്റർ ഉണ്ടാവും. ഇതൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കട്ടോ. 1 ക്യൂബിക് മീറ്റർ 1000 ലിറ്റർ ആണ്. അപ്പൊ ഇവിടെ 15 ക്യൂബിക് മീറ്റർ ഉണ്ട്. 15 ക്യൂബിക് മീറ്റർ ആകുമ്പോൾ 1 ക്യൂബിക് മീറ്റർ 1000 ആകുമ്പോൾ 15 ക്യൂബിക് മീറ്റർ എത്ര ആയിരിക്കും? 15 × 1000 സമം 15000 ലിറ്റർ. അപ്പൊ ഈ ക്ലാസിന്റെ ഇത് ഞാൻ പിന്നെ അതിന്റെ ഫസ്റ്റ് ഭാഗമാണ്. ഇനി ഈ ക്ലാസിന്റെ ബാക്കി അടുത്ത ഒരു ക്ലാസ് കൂടി എടുക്കും. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾ ഇതിനോടനുബന്ധിച്ച് 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ആ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തിട്ട് അയക്കുക.